അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എനിക്ക് UK വന്നിട്ടുണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ അതിനെ എങ്ങനെയാണ് ഞാൻ ഫേസ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ. എനിക്കറിയില്ല ഇത് എത്ര പേര് കാണില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ടാൽ നല്ലതായിരിക്കും. എക്സ്പെഷ്യലി UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് കാണുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം ഞാനിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അറിയാം, നമുക്ക് പഠിക്കുന്ന ടൈമിൽ നമുക്ക് അസൈൻമെൻ്റ് ഉണ്ടാവും, സെമിനാർസ് ഉണ്ടാവും, ഫൈനൽ പ്രൊജക്റ്റ്, ഡെസേർട്ടേഷൻ. അതിൻ്റെ ഇടയിൽ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യണം, വർക്ക് ചെയ്യാതെ പറ്റത്തില്ല, റെൻ്റ് അടയ്ക്കണം, നാട്ടിൽ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ലോണൊക്കെ അടച്ചു തീർക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊജക്റ്റാണ് നമ്മുടെ ഡെസേർട്ടേഷൻ എന്ന് പറയുന്നത്. ഡെസേർട്ടേഷൻ എന്തോ ദൈവം അനുഗ്രഹിച്ച അസൈൻമെൻ്റ് ഒക്കെ പാസ്സായി, ഒന്നിനും പോലും തോക്കാതെ പാസ്സായി. ഡെസേർട്ടേഷൻ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഓരോ സൂപ്പർവൈസറിനെ കിട്ടും. എല്ലാവർക്കും പല പല ട്യൂട്ടറായിരിക്കും, അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരേ ട്യൂട്ടറിനെ അല്ലായിരിക്കും കിട്ടുക. അപ്പോൾ എനിക്ക് ഒരു ട്യൂട്ടറിനെ കിട്ടി. എൻ്റെ സൂപ്പർവൈസർ നമുക്ക് 4 മീറ്റിംഗ് ഉണ്ടാവും. 4 മീറ്റിങ്ങും ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ ഡെസേർട്ടേഷൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇയാളുടെ അടുത്ത് പറഞ്ഞ് ഇയാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസൊക്കെ തരും. അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് പറയുക. അപ്പം എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആയി, ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഡെസേർട്ടേഷൻ്റെ ടോപ്പിക്ക് ഞാൻ ഇയാളായിട്ട് ഡിസ്കസ് ചെയ്തു. ഇയാൾ വർത്തമാനം പറയാൻ തുടങ്ങി. പക്ഷെ ഞാൻ നോക്കുമ്പം ഇയാൾ ഡെസേർട്ടേഷൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അതായത് ഇയാൾ വർത്തമാനം പറഞ്ഞ് ഇയാളുടെ വീട്ടുകാര്യം, ഇയാളുടെ പേഴ്സണൽ കാര്യം, നാട്ടുകാരിയൊക്കെയാണ് എൻ്റെ അടുത്ത് സംസാരിക്കുക. എനിക്ക് തന്നെ എന്താ, കാരണം ഒരു ഡെസേർട്ടേഷൻ സൂപ്പർവൈസർ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഗൈസ്. കാരണം എനിക്ക് എന്താ പറയണ്ടതെന്നേ അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ഉറപ്പായി ഇയാളെ എനിക്ക് നെക്സ്റ്റ് ഇനിയും 3 മീറ്റിംഗ് ഉണ്ട്. 3 മീറ്റിങ്ങിൽ എനിക്ക് ഇയാളെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് 101% എനിക്ക് ഉറപ്പായി. അപ്പോൾ പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യുമ്പോൾ, എന്തിനെ റിയാക്ട് ചെയ്യുമ്പോഴും നമുക്കിവിടെ പ്രൂഫ് വേണം. വാലിഡ് ആയിട്ടുള്ളൊരു പ്രൂഫ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ലാസ്റ്റ് നമ്മളായിരിക്കും ലാസ്റ്റ് കുറ്റം ചെയ്ത ആൾ നമ്മളായിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ബുദ്ധിപൂർവ്വം നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ലായിരിക്കും. അപ്പം നമ്മൾ റിയാക്ട് ചെയ്യരുത്. ആൻഡ് ദെൻ സെക്കൻഡ് മീറ്റിംഗ് ആയി. സെക്കൻഡ് മീറ്റിങ്ങിൽ ഓഫ്കോഴ്സ് എനിക്കറിയാം ഇയാൾ സെക്കൻഡ് മീറ്റിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ സെക്കൻഡ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ്കോഴ്സ് എനിക്ക് പ്രൂഫ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി. അതായത് സ്ക്രീൻ റെക്കോർഡിൽ ഇയാളുടെ വോയിസും ഇയാളുടെ ഫേസും അതിനേക്കാളും വലിയൊരു പ്രൂഫ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടെ. അതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ലാസ്റ്റ് എൻ്റെ ഒരു മാർഗം എന്ന് പറയാൻ എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ട്യൂട്ടർ, നമ്മുടെ സൂപ്പർവൈസർ അയാളുടെ അഗെയിൻ വീട്ടുകാരെയും പറയാൻ തുടങ്ങി, നാട്ടുകാരെയും പറയാൻ തുടങ്ങി, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അയാളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാൻഡ്ര ഫോൺ നമ്പർ നിനക്ക് മാത്രമാണ് തരുന്നത്, വേറെ ആർക്കും ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല എന്നാണ് ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഓർത്തു അങ്ങനെ ഒരിക്കലും ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കാനോ അങ്ങനെ പാടില്ല. നമുക്ക് ഓൺലൈൻ മീറ്റിംഗ്, ഇമെയിൽ വഴി മാത്രമാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഓർത്ത് ഇയാൾ എന്തായി ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഇയാൾ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനും ഇയാളെ തന്നെയാണ് ഗൈസ് കിട്ടിയത് സൂപ്പർവൈസറായിട്ട്. അപ്പം മീറ്റിംഗ് കഴിഞ്ഞത് അവൾ എന്നെ വിളിച്ച്, ഞാനും അവളെ വിളിച്ചു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാണ്, സാൻഡ്ര അയാൾ നമ്പർ തന്നായിരുന്നു, അവൾക്ക് മാത്രമേ നമ്പർ കൊടുത്തിട്ടുള്ളെന്ന് പറഞ്ഞു, അത് വേറെ ആർക്കും എൻ്റെ അടുത്ത് പറഞ്ഞ അതേ സാധനം ഇവളുടെ അടുത്തും പറഞ്ഞു. അപ്പം എനിക്കറിയില്ല നമ്മുടെ ഇവിടുത്തെ ആളല്ല, UK ആളല്ല കേട്ടോ, വേറെ ഏതോ ഒരു രാജ്യത്തുള്ള ആളാണ്. ഏത് രാജ്യക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ സെക്കൻഡ് മീറ്റിംഗ് ആയി. ഞാൻ അയാളുടെ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ അയാൾ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. അതിലെ ഏറ്റവും എനിക്കറിയില്ല, ചിലപ്പോൾ ദയവായിട്ട് അയാളെ പറയാൻ തോന്നിപ്പിച്ച കാര്യമാണെന്ന് തോന്നുന്നു. അതിൽ അയാൾ എൻ്റെ അടുത്ത് പറയാണ്, ഐ ലവ് യു സാൻഡ്ര എന്ന് എൻ്റെ അടുത്ത്. അങ്ങനെ എനിക്ക് നെട്ടണോ നെട്ടാതിരിക്കണോ എന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ മുഖത്ത് വലുതായിട്ട് എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യാം, എനിക്ക് അയാളുടെ അടുത്ത് അപ്പം തന്നെ ദേഷ്യപ്പെടാം. പക്ഷേ
ബുദ്ധിപൂർവ്വം ഞാൻ ചിന്തിച്ചപ്പം അത് നല്ലൊരു കാര്യമല്ല. കാരണം ഞാൻ അപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കാളും മുന്നേ അയാൾ എനിക്കെതിരെ എനിക്ക് അഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് ഉണ്ടാക്കി അയാൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല. എനിക്കറിയില്ല സെക്കൻഡ് മീറ്റിങ്ങിൽ ഞാൻ എങ്ങനെ അയാളുടെ മുന്നിൽ അതെല്ലാം കേട്ടിട്ട് ടോപ്പിക് ഡെസേർട്ടേഷൻ ഒന്നും പറയുന്നുമില്ല. ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് മീറ്റിംഗ് കഴിഞ്ഞതും ഞാൻ എൻ്റെ മൊഡ്യൂൾ കൺവീനിയർ എൻ്റെ മാമിന് ഞാൻ മെസ്സേജ് അയച്ചു. മാം, എനിക്കൊരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഡെസേർട്ടേഷൻ്റെ കാര്യമാണ്. മാം പറഞ്ഞു ഡെസേർട്ടേഷൻ്റെ കാര്യങ്ങൾ മാമിൻ്റെ അടുത്തല്ല, ഡെസേർട്ടേഷൻ സൂപ്പർവൈസർ അവരുടെ അടുത്താണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു അല്ല മാം, ഇത് പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മാം ഓൺലൈൻ മീറ്റിംഗ് വെച്ചു. ഞങ്ങൾ ഫേസ് ടു ഫേസ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മാമിൻ്റെ അടുത്ത്. മാമിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാം പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഇങ്ങനെ ആരും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, പ്രൂഫും കൂടെ എൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ അവിടെ ഞാൻ കള്ളം പറയുന്ന ഒരാളായേനെ. അപ്പം മാം പറഞ്ഞു, എന്നിട്ട് മാം പറഞ്ഞു പ്രൂഫൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇമെയിൽ വഴി മാമിന് എൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തു. മാമിനും ഭയങ്കര ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും. മേ ബി ഇനി ആരെങ്കിലും ചിലർ പറയത്തില്ല, ചിലപ്പോൾ പറയും, ചിലർ വിചാരിക്കും ഇനി 3-4 മീറ്റിംഗ് അല്ലേ ഉള്ളൂ, അതൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, പിന്നെ ചിലർ അത് റിസ്ക് ആണല്ലോ എന്നോർത്തിട്ട് പറയാതെ അങ്ങനെയൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. അങ്ങനെ മാമിനും എന്തോ മുഖമൊക്കെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കഴിഞ്ഞു, കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇനിയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. അവിടെ സ്റ്റാർട്ട് ചെയ്തു കംപ്ലൈൻറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ 2-3 പേരൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ തന്നെ ആയിരിക്കും, ഇൻവെസ്റ്റിഗേഷൻ പോലെയൊക്കെ അവരുമായിട്ട് എനിക്ക് ഒരു മീറ്റിംഗ് വെച്ചു. ആൻഡ് ദെൻ എഗെയിൻ ലാസ്റ്റ് പിന്നെ എൻ്റെ ഡിസർട്ടേഷൻ സൂപ്പർവൈസറിനെ മാറ്റിയപ്പം ഇയാൾ എനിക്ക് മെയിൽ അയച്ചു, സാൻഡ്ര എൻ്റെ സൂപ്പർവൈസറിനെ മാറ്റി, എനിക്ക് റീസൺ എന്താണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ആളെനിക്ക് മെയിൽ അയച്ച്. ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. അപ്പോഴും അയാൾ അറിഞ്ഞിട്ടില്ല ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യം. അങ്ങനെ എനിക്ക് പിന്നെ മീറ്റിംഗ് ആയി. ആൻഡ് ദെൻ ഫൈനൽ മീറ്റിംഗ് വന്നു. ശരിക്കും എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു സംഭവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാൾ എഴുതുന്നു, ഒരാൾ ടൈപ്പ് ചെയ്യുന്നു, ഒരാൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല. ഞാൻ എല്ലാം എഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ദെൻ എൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കൊരു ട്രാൻസ്ക്രിപ്റ്റ് എനിക്കിവർ സെൻഡ് ചെയ്ത് തന്നു. അതേപോലെ ഇയാളുമായിട്ടും ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇയാളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇയാളില്ല, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞു. പക്ഷെ സ്ക്രീൻ റെക്കോർഡും പ്രൂഫും ഉള്ള കാര്യം എനിക്കറിയില്ല. ഇയാൾ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ, അതോ ഞാനൊരു മണ്ടത്തിയായിട്ട് ഇയാൾക്ക് ഇനി ഫീൽ ചെയ്തോ, അതൊന്നും എനിക്കറിയത്തില്ല. കാരണം അയാൾ ഇല്ല അങ്ങനെയൊക്കെ എന്നിട്ട്, പക്ഷെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല. ആൻഡ് ദെൻ ഇത് UK ആണ്. അതായത് പ്രൂഫ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നീതി കിട്ടും, പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മൾക്ക് നീതി കിട്ടില്ല. ആൻഡ് നമുക്ക് ലാസ്റ്റ് എനിക്കൊരു മെയിൽ വന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഗൈസ് ആ ഒരു മെയിൽ കണ്ടപ്പം. ആ മെയിലിൽ പറഞ്ഞിട്ടുണ്ട് സാൻഡ്ര ഇതിന് സോറി പറഞ്ഞിട്ട്, സോറി നിനക്ക് മാത്രമല്ല എനിക്ക് മാത്രമല്ല, ഇനി പുറത്തുനിന്ന് വരുന്നതാണെങ്കിലും വേറെ ഒരു സ്റ്റുഡൻറ്റിനും ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളാം. ആൻഡ് ദെൻ അവരുടെ ഭാഗത്തു നിന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ അയച്ചു. എനിക്ക് ആ മെയിൽ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. പക്ഷേ എന്നിട്ട് അതിനേക്കാളും എല്ലാം ഹാപ്പി ആയത് ഫൈനലി ഇയാളെ നമ്മളുടെ മൊത്തത്തിൽ ഇയാളെ ഡിസ്മിസ് ചെയ്തു. ഇയാൾക്ക് ഇനി ഒരു യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല സൂപ്പർവൈസറായിട്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വന്നു. നമുക്ക് ശരിക്കും ഈ കോർട്ടിലൊക്കെ പോയിട്ട് നമുക്ക് നീതി കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് വന്നത്. എനിക്ക് തന്നെ പ്രൗഡ് തോന്നി ഗൈസ്. ഓക്കെ, കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റുഡൻസ് ഇവിടെ പല പാരൻസ് ഇല്ല, അങ്ങനെയൊക്കെ ഓൾറെഡി ഉള്ളപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പം ഇവിടുത്തെ ആളല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ വേറെ ഏതോ രാജ്യക്കാരനാണ്. അത് ഏത് രാജ്യമാണ് അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചുമില്ല. അങ്ങനെ ഇയാളെ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന മെയിലിൽ ഞാൻ ഹാപ്പി ആയി ഗൈസ്.